വിഷ്വൽസ് കണ്ടുകൊണ്ട് പൊതുജനം അതുപോലെ നമ്മുടെ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പൊതുജനവും നമുക്കുള്ള തന്നിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ നമുക്ക് പാർട്ടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നിട്ടുള്ള സപ്പോർട്ട്, എല്ലാത്തിനും ഈ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. ഇന്ന് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കേട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേര് കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആളിപ്പോൾ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തുടരുകയാണ്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു പൂർണ്ണമായും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തുടരാൻ യാതൊരുവിധ അർഹരല്ല. അതാണ് പറയാനുള്ളത്. പിന്നെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു സ്വമേധയാ എടുത്ത കേസ്. സ്വമേധയാ എടുത്തിട്ടുള്ള കേസിൽ ഞാൻ കക്ഷി ചേരുകയാണ്. CCTV ദൃശ്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും അതായത് മേൽക്കൂരുള്ള എല്ലാ സ്ഥലത്തും CCTV ഉണ്ടാവണം എന്നുള്ളൊരു നിയമം നിലവിലുണ്ട്. അതിനെ ഞങ്ങൾ കക്ഷി ചേരാൻ തീരുമാനിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും തൃപ്തനല്ല. നമ്മൾ സസ്പെൻഡ് ഉദ്ദേശിക്കുന്നതല്ല, ഡിസ്മിസ് അവനെ പിരിച്ചുവിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഈ 4 പേരിൽ കൂടാതെ 5 പേരെയും സർക്കാർ പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം. അതെ അതെ, അതുവരെ ഞങ്ങൾ പാർട്ടിക്കാരായിട്ട് ഞങ്ങൾ പോരാടാൻ തന്നെയാണ് തീരുമാനം. പിരിച്ചുവിടാൻ മാത്രമല്ല, അവർക്ക് ഈ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അവരെ നിയമപരമായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. റിസൾട്ട് കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് പൊതുജനത്തിന് മുന്നിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനം നമുക്ക് നമുക്കുള്ള സപ്പോർട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ സങ്കടമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ നേതാവ് കളിക്കണ്ട, അതായത് നിൻ്റെ എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും വരട്ടെ. അത് ഈ CCTVയിൽ പ്രത്യേകം പറയുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠനായ നിതീഷാണോ നിന്നെ സപ്പോർട്ട് ചെയ്യുക, നിതീഷാണോടാ എന്ന് സന്ദീപ് പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ വർഗീസേട്ടൻ സന്ദീപിനെ ഫോൺ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിൽ വർഗീസേട്ടൻ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നാളെ നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ആൾക്കാർ എന്ന് വെച്ചാൽ അവരെ ബിസിനസ്സിൻ്റെ എന്തൊന്നും ചെയ്യുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ലേ, സത്യം പറയാച്ചാൽ ഇത്രമാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലെ CCTVകൾ കാര്യക്ഷമമല്ല, അങ്ങനെയാണ് സുമോട്ടോ കേസ് എടുത്തിട്ടുള്ളത്. ആ കേസിൽ നമ്മൾ കക്ഷി ചേരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ കാര്യക്ഷമമല്ല എന്ന് മാത്രമല്ല, ഇത് ഇന്നേ വരെ പൊതുജനങ്ങൾക്ക് കിട്ടിയതായിട്ട് അറിയില്ല. സുപ്രീം കോടതി സ്വമേധയാ കേസിൽ ഞങ്ങൾ 2 കൊല്ലമായിട്ട് നടത്തിയ നിയമ പോരാട്ടം സുപ്രീം കോടതി ബോധിപ്പിക്കേണ്ടതുമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസിൽ സുപ്രീം കോടതി കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളെ 5ാമത്തെ ആൾക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമ്മുടെ ഇതുവരെ കേസ് നടത്തിയ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോടതി തുറക്കുന്ന ദിവസം പെറ്റീഷൻ ഫയൽ ചെയ്യും എന്നും അത് പാർട്ടി നിർദ്ദേശപ്രകാരം അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ കൂടുതലുള്ള വിഷമം എന്താ വെച്ചാൽ ഈ DIG ഹരിശങ്കർ ആദ്യം പറഞ്ഞ നടപടി എടുത്ത് ഇദ്ദേഹം ഈ വിഷ്വൽ മുന്നേ കണ്ടിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കിയിട്ട് ഒരു വധശ്രമം ഉണ്ടെങ്കിൽ വധശ്രമത്തിന് കേസ് എടുക്കണമെങ്കിൽ വധശ്രമം മുന്നേ കണ്ട ആള് ഈ DIG ഹരിശങ്കറാണ്. എന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി ഞങ്ങളെല്ലാം എടുത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് ഞങ്ങൾ പാർട്ടി നേതൃത്വമായി ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും.
ഈ അഞ്ചാമത്തെ ആള് സുഹൈറല്ലേ? അതെ. സുഹൈറിനെതിരെ കേസ് നടപടിയെടുക്കാത്തതിനെതിരെയാണ് ബ്ലോക്ക് ഓഫീസ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. പഴയന്നൂര് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഇല്ല ഇല്ല ഇല്ല. അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തിയത്. കേസ് ചെയ്തു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സുഹൈർ മർദ്ദിക്കുന്നത് CCTV ദൃശ്യത്തിൽ കാണുന്നില്ല എന്നുള്ളത്. CCTV ദൃശ്യം പുറത്തു വരുന്നതിന് മുന്നെയാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസ് എടുത്തിട്ടുള്ളത്. ഈ സമരം പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. പാർട്ടി ഇത് തുടരുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും DC പ്രസിഡന്റ് അടക്കം ഉള്ള എല്ലാവരും പറയുന്നത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഓണം മുടക്കായ കാരണം പഞ്ചായത്ത് ഓഫീസാണല്ലോ, അത് തുറന്നിട്ടില്ല. ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ളത് തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ നിന്ന് എന്നെ ഒരു കൂട്ടുകാരെന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ ഓമനിച്ചുകൊണ്ടാണ് എന്നെ മുകളിലത്തെ നിലയ്ക്ക് കൊണ്ടുപോയത്. അത് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് സന്ദീപ് അതിൽ ചൂരലായിട്ട് വരുന്ന ഒരു ദൃശ്യം കൂടിയിട്ടുണ്ട്. അത് കൈമാറി അടിച്ചിട്ടുള്ളതാണ്. അത് ഈ ശശിധരനും ഈ ഷുഹൈറും കൂടി കൈമാറിക്കൊണ്ടാണ് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുള്ളത്. അതോടൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ കുനിച്ച് നിർത്തിയിട്ട്, അതായത് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് പുറത്തേക്ക് ഇടിക്കുന്നതിനൊപ്പം തന്നെ വലത് കാൽമുട്ട് കൊണ്ട് വയറ്റിലത്തേക്കും ഇടിച്ചിട്ടുള്ളതാണ് എന്നെ ശശിധരൻ മുകളിലത്തെ നിലവിൽ കൊണ്ടുപോയിട്ട്. ഈ CCTV ഇല്ലാത്ത സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല. CCTV ഗ്രൗണ്ട് ഫ്ലോറിൽ CCTV നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ CCTV ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നേ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ മുകളിൽ നിന്ന് വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്.